നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. UDF മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കും, പ്രതീക്ഷയുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ BJPയുടെ പ്രകടനത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. ജില്ലയിലെ BJP നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യത. ബംഗളൂരുവിൽ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി ദീപക് കൃഷ്ണൻ സ്ഥിരം പ്രശ്നക്കാരനെന്ന് പോലീസ്. ദീപകിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചാലക്കുടി നഗരസഭാ ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിനാൽ നാട്ടുകാർ ദുരിതത്തിൽ. ലിഫ്റ്റ് നന്നാക്കുന്നതിൽ നഗരസഭാ അധികൃതർ മെല്ലെപ്പോക്ക് തുടരുന്നതായി ആക്ഷേപം. പാലപ്പിള്ളി പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായിയെയും കൊന്നു. മേഖലയിൽ നിരന്തരം പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. ചെറുതുരുത്തിയിലെ 1ാം ക്ലാസുകാരിയുടെ മരണം പേവിഷബാധ മൂലമെന്ന സ്ഥിരീകരണം. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. UDF മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന പ്രതീക്ഷയുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ TCVയോട് പറഞ്ഞു. വലിയ വിജയവുമായി നിൽക്കുമ്പോൾ ജില്ലയുടെ പ്രതീക്ഷ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള അടുത്ത മന്ത്രി എന്താണ്? ആദ്യ പരിഗണനയുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തീരുമാനമായോ? തീരുമാനമായിട്ടില്ല. എങ്കിലും കഴിഞ്ഞ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. 2 മന്ത്രിമാർ നിർബന്ധമായി വേണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ പരിഗണനയിൽ ഞാനും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ധാരണയായിട്ടില്ല. എല്ലാ കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ക്യാബിനറ്റ് പ്രധാനമായിട്ടും മന്ത്രിയുമായിട്ടിരുന്നു. തൃശ്ശൂർ ജില്ലയുടെ ഇപ്പോൾ ചോദിച്ച മാതിരി തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ആളുകളും ഐക്യജനാധിപത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളിലെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഒന്നാകെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് തീർച്ചയായിട്ടും ഒരു മന്ത്രി ഉണ്ടാകണമെന്ന് തന്നെയാണ്. അപ്പോൾ പലരും എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ആ നിലയിൽ തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷയുണ്ട്. ആ നിലയിൽ തന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഇരിങ്ങാലക്കുടയുടെ സ്വന്തം ഉണ്ണിയാടൻ എന്ന നിലയിൽ തന്നെയായിരുന്നു പ്രചരണം. അത് ആ ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേർത്ത് നിർത്തി ഇപ്പോൾ ജില്ല പ്രതീക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുടയെ പ്രതിനിധീകരിച്ച് തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി തന്നെ വരും എന്ന് തന്നെയാണ്. എല്ലാ പ്രതീക്ഷയോടും കൂടി തന്നെയാണ് അദ്ദേഹവും ഇരിങ്ങാലക്കുടയും കാത്തിരിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ BJP പ്രകടനത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ജില്ലയിലെ BJP നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. സിറ്റി, സൗത്ത്, നോർത്ത് എന്നിങ്ങനെ ജില്ലയെ 3ആയി വിഭജിച്ച സംഘടനാ സംവിധാനം നിലവിൽ വന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ താമര പ്രതീക്ഷകൾ വാടിക്കരിഞ്ഞത് നേതൃത്വത്തിന് നിരാശയായി. പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിനെത്തിയ തൃശൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി പത്മജ 3ാം സ്ഥാനത്തായി. മണലൂരിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചെങ്കിലും പ്രതീക്ഷിച്ച മുന്നേറ്റമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച പുതുക്കാടും വോട്ട് കണക്കിൽ പിന്നിൽ പോയി. ഗുരുവായൂരിൽ പ്രത്യേകം ശ്രദ്ധയൂന്നിയെങ്കിലും കാലുറപ്പിക്കാനായില്ല. കൊടുങ്ങല്ലൂരിൽ 2020ക്കും കുന്നംകുളത്തും കയ്പമംഗലത്തും BDJSനും സീറ്റ് നൽകിയതും നഷ്ടക്കച്ചവടമായി. ഈ സാഹചര്യത്തിൽ സംഘടനാപരമായ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് BJP സംസ്ഥാന നേതൃത്വം. ലോക്സഭയിൽ സുരേഷ് ഗോപി വിജയം നേടിയ സാഹചര്യത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ വിലയിരുത്തും. അന്ന് വോട്ട് ചേർക്കൽ നടപടികൾ ഊർജിതമായി നടത്തിയിരുന്നു. വിവിധ സാമുദായിക ഘടകങ്ങളെ ഒപ്പം നിർത്തുന്നതിലും വിജയം കണ്ടു. സംഘടനാ തലത്തിലുള്ള വീഴ്ചകൾക്ക് ജില്ലയിലെ നേതാക്കൾ വിശദീകരണം നൽകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിന്ന നേതാക്കൾക്കെതിരെ നടപടി വരും. സംസ്ഥാന തലം മുതൽ മണ്ഡലം തലം വരെ ഭാരവാഹികളിൽ ചിലർക്ക് മാറ്റമുണ്ടാകും. മോർച്ച ഭാരവാഹി സ്ഥാനങ്ങളിലും അഴിച്ചുപണി പ്രതീക്ഷിക്കാം. ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റണമെന്ന ആവശ്യവും ശക്തം. TCV ന്യൂസ്, തൃശൂർ. ബംഗളൂരുവിൽ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി ദീപക് കൃഷ്ണൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ കൊച്ചിയിലെ മൃഗാശുപത്രിയിൽ അക്രമം നടത്തിയതിനും മൃഗഡോക്ടറെ മർദ്ദിച്ചതിനും ദീപക് കൃഷ്ണനെതിരെ കേസുണ്ട്. കൊക്കൈൻ കൈവശം വെച്ചതിനും അറസ്റ്റിലായിട്ടുണ്ട്.
കൊല്ലം സ്വദേശിയായ ദീപകൃഷ്ണൻ ദുബായിൽ IT ഉദ്യോഗസ്ഥനായിരുന്നു. സഹപ്രവർത്തകരിൽ നിന്ന് 3 കോടി തട്ടിയതിന് ദുബായിൽ ജയിലിലായിരുന്നു. ജാമ്യത്തിലിറങ്ങി വ്യാജ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു. ദീർഘകാലമായി ബംഗളൂരുവിലാണ്. നായ വളർത്തലായിരുന്നു വിനോദം. ഇയാൾ നടത്തുന്ന തെരുവു നായ്ക്കളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയതായിരുന്നു വാടാനപ്പള്ളി സ്വദേശിനി. ദീപകൃഷ്ണയുടെ മോശം പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ യുവതിയും കൂടെയുള്ളവരും തീരുമാനിച്ചതാണ് പ്രതിയുടെ പ്രകോപനത്തിന് കാരണമെന്നാണ് സൂചന. യുവതിയെ താൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അവൾ ചത്തുകഴിഞ്ഞാൽ ബാക്കി നോക്കാമെന്നും പറയുന്ന ദീപകൃഷ്ണ അയച്ച ഭീഷണി സന്ദേശം യുവതിയുടെ ഭർത്താവ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. യുവതി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നും പോലീസ് എഫ്ഐആറിൽ പറയുന്നു. ദീപകൃഷ്ണന്റെ മർദ്ദനത്തെ തുടർന്ന് അബോധാവസ്ഥയിലായ യുവതിയെ ബംഗളൂരുവിൽ നിന്ന് വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസിൽ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവതിയുടെ ഭർത്താവിന്റെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. TCV തൃശൂർ. ചാലക്കുടി നഗരസഭ ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തത് നാട്ടുകാരെ നട്ടം തിരിക്കുന്നു. 4 നിലകളുള്ള ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകൾ ഭാഗങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ ചവിട്ടുപടി തന്നെ ശരണം. ലിഫ്റ്റിന്റെ ഇപ്പോഴത്തെ നിശ്ചലാവസ്ഥയുടെ ദൈർഘ്യം 1 വർഷം പിന്നിടുന്നു. 100 കണക്കിന് ആളുകൾ ഇതുമൂലം ദുരിതത്തിലായി. ഭിന്നശേഷിക്കാരുടെ അവസ്ഥയാണ് ദയനീയം. 4ാം നിലയിലെ LBS കേന്ദ്രത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ എത്തിക്കാൻ മാതാപിതാക്കൾ ഏറെ കഷ്ടപ്പെടുന്നു. ഇതേ നിലയിൽ ഒരു സ്വകാര്യ കോളേജും പ്രവർത്തിക്കുന്നുണ്ട്. പാനൽ ബോർഡ് തകരാറാണ് ലിഫ്റ്റിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് കാരണം. ലിഫ്റ്റിന്റെ തകരാർ പരിഹരിക്കാൻ സാധിക്കാത്തതിന് കഴിഞ്ഞ ഭരണസമിതി ചെയർമാനും കൂട്ടരും പല കാരണങ്ങളും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഭരണസമിതി വന്നിട്ടും ലിഫ്റ്റ് ഇപ്പോഴും അനങ്ങാപ്പാറ തന്നെ. വാർഷിക അറ്റകുറ്റപ്പണിക്ക് കരാറെടുത്തിരിക്കുന്ന വ്യക്തിയുടെ ടെൻഡർ ഇതുവരെയും നഗരസഭാ കൌൺസിൽ അംഗീകരിച്ചിട്ടില്ല. 1.5 മാസത്തിനു ശേഷം 66 അജണ്ടകളുമായി ചേർന്ന കൌൺസിലിലും ലിഫ്റ്റിന്റെ അജണ്ട ഉൾപ്പെടുത്തിയിരുന്നില്ല. TCV ന്യൂസ് ചാലക്കുടി. പാലപ്പിള്ളിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായെയും കൊന്നു. തോട്ടം തൊഴിലാളിയായ കള്ളാടിക്കുന്നത്ത് ആലിയുടെ പശുക്കുട്ടിയും നായയുമാണ് ചത്തത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ്. തൊട്ടടുത്ത പറമ്പിൽ ചങ്ങലയിൽ പൂട്ടിയിട്ട നായയെയും പുലി ആക്രമിച്ചു കൊന്നു. പശുവിനെയും നായയെയും ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് സ്ഥലത്തെത്തിയ പാലപ്പിള്ളി വനപാലകർ സ്ഥിരീകരിച്ചു. 4 മാസം മുൻപ് ഇതേ സ്ഥലത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നിരുന്നു. പാലപ്പിള്ളിയിൽ നിന്ന് കാരിക്കുളത്തേക്കുള്ള റോഡിനോട് ചേർന്നുള്ള പാടിയിലാണ് പുലിയിറങ്ങി ഭീതി പരത്തിയത്. ഇവിടെയുള്ള 4 പാടികളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പാടികൾക്ക് സമീപമുള്ള റബ്ബർ തോട്ടങ്ങൾ കാടുമൂടിക്കിടക്കുന്നതാണ് വന്യമൃഗശല്യത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പരിസര പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കാൻ പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും കമ്പനി അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. മേഖലയിൽ നിരന്തരം പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടും പുലിയെ കണ്ടെത്താനായിട്ടുള്ള ക്യാമറ സ്ഥാപിക്കാൻ വനം വകുപ്പ് ഇടപെടുന്നില്ലെന്ന് വാർഡ് മെമ്പർ സതി രവി പറഞ്ഞു. കാലങ്ങളായി പാലപ്പിള്ളിയിൽ പുലി വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തെളിവ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതൊക്കെ തെളിവ് അടക്കം എല്ലാം ഉണ്ടായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഒരു ശാശ്വതമായൊരു പരിഹാരം, ഒരു ക്യാമറ വെക്കാന്ന് പറഞ്ഞിട്ട് പോലും ക്യാമറ വെച്ചിട്ടില്ല. ഇതിപ്പം പാടികള്, കുട്ടികളും അമ്മമാരും എല്ലാവരും ഒരുവിധം എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലത്ത് തൊട്ട് പിന്നിലാണ്. ഇതാണ് ആ സ്ഥലം. ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അന്നും മാനേജർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു. ശരിയാക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ശാശ്വതമായൊരു പരിഹാരം ഇതിനുണ്ടായിട്ടില്ല. പാടിക്കാരും ഇവിടെ കുട്ടികളും മക്കളും ഒക്കെ ഉള്ളതാണ്. അവരൊക്കെ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ഇതിന് ഇനി എന്നൊരു പരിഹാരം ഉണ്ടാവും. കുട്ടികൾ കളിക്കുന്ന മുറ്റത്ത് പുലിയിറങ്ങിയതോടെ ഭീതിയിലാണ് പാടിയിലെ താമസക്കാർ. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നും വന്യമൃഗശല്യം ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്നും പാടിയിലെ താമസക്കാരായ മുഹമ്മദ്, മെഹറുന്നിസ എന്നിവർ ആവശ്യപ്പെട്ടു. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ തൊട്ടപ്പുറത്താണ്. അവരാരും ഇതുവരെ ഒന്ന് പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവർ ക്യാമറ വെച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പാടി കിട്ടിയത് ഒരു ഉപകാരം. ഞങ്ങൾക്ക് ഒരു പെരണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാടിയിട്ട് നിൽക്കൂലായിരുന്നു. അത്ര പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് അടുക്കളൻ്റെ. ഞാൻ ഈ 2:45 ഒറ്റക്കാണ് എനിക്കാണ്. ഒരാൾ ഇതിനൊരു പരിഹാരം കാണുന്നില്ല. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. ചെറിയ കൊച്ചു കുട്ടികളാണ് ഉള്ളത്. ഇത് 1 വട്ടം 2 വട്ടം 3 വട്ടം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ വെച്ചിട്ട് തരാം. കുറച്ച് വന്ന് നോക്കി പോകും അവര്. അതെന്നെ കാരണം പറ്റില്ല. കൂടുതലൊന്നും പറയാൻ എനിക്ക് ഇതിന് പരിഹാരം കാണണം, അത്രേ ഉള്ളൂ. സംഭവത്തെ തുടർന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ സതി രവി, സുഹ്റ മജീദ്,
ലില്ലി ബേബി, ആൻസി തോമസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന ആവശ്യവുമായി ഹാരിസൺ കമ്പനി മാനേജ്മെന്റുമായി പഞ്ചായത്ത് അധികൃതർ ചർച്ചയും നടത്തി. TCV പുതുക്കാട്. ചെറുതുരുത്തിയിൽ 1ാം ക്ലാസ്സുകാരി മരിച്ചത് പേവിഷബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയവർക്ക് കുത്തിവയ്പ് നടത്തി. വളത്തോൾ നഗർ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന സൻഹ ഫാത്തിമയാണ് പേവിഷബാധ ലക്ഷണങ്ങളോടെ മരിച്ചത്. കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു മരണം. മരണസമയത്ത് കുട്ടിക്ക് വെള്ളത്തിനോട് കടുത്ത വിരക്തി അനുഭവപ്പെടുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സംശയം തോന്നിയ ആരോഗ്യവകുപ്പ് അധികൃതർ കുട്ടിയുടെ ശരീരസ്രവങ്ങൾ വിശദമായ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലേക്ക് അയച്ചു. പരിശോധനാഫലം പുറത്തുവന്നതോടെയാണ് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചത്. വീടിന്റെ പരിസരത്ത് പൂച്ചകളുമായി കുട്ടികൾ കളിക്കാറുണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്ന് എപ്പോഴാണ് രോഗബാധയേറ്റത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ മൃഗസംരക്ഷണ വകുപ്പിന് ആരോഗ്യവകുപ്പ് കത്ത് നൽകി. വേദനകളുടെയും ആകുലതകളുടെയും ലോകത്തുനിന്ന് ജീവിതം തിരിച്ചുപിടിച്ച 10 വയസ്സുകാരൻ അനൂഷ് 2 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞനുജനില്ലാത്ത വീട്ടിലേക്ക് തിരിച്ചെത്തി. ബുധനാഴ്ച വൈകിട്ട് കോടാലി കടമ്പോടുള്ള തന്റെ വീട്ടിലേക്ക് അനോഷ് അമ്മ ജോൺസിയുടെയും മാതൃസഹോദരൻ ജോമയുടെയും കൈപിടിച്ച് നടന്നെത്തിയതിന് സാക്ഷ്യം വഹിക്കാൻ നാട്ടുകാരും ബന്ധുക്കളും പഞ്ചായത്ത് മെമ്പർ PS അംബുജാക്ഷനും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. ഏപ്രിൽ 19 പുലർച്ചെയാണ് വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന അനോഷിനും 7 വയസ്സുകാരൻ അനുജൻ ആൽജോയ്ക്കും വെള്ളിക്കെട്ടൻ പാമ്പിന്റെ കടിയേറ്റത്. ആദ്യം ഭക്ഷ്യവിഷബാധയാണെന്ന് സംശയിച്ചെങ്കിലും പിന്നീട് വീടിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയതോടെ കുട്ടികൾക്ക് പാമ്പുകടിയേറ്റതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ആൽജോ അന്നുതന്നെ മരണത്തിന് കീഴടങ്ങി. ഗുരുതരാവസ്ഥയിൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അനോഷ് 10 ദിവസത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ഏതാനും ദിവസം മുൻപ് ആശുപത്രി വിട്ട് അനോഷ് കൊരട്ടി വഴിച്ചാലിലുള്ള അടുത്ത ബന്ധുവിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അമ്മ ജോൺസിയുടെയും മാതൃസഹോദരൻ ജോമിനുമൊപ്പം അങ്കമാലിയിലുള്ള ആശുപത്രിയിൽ തുടർ പരിശോധനയ്ക്ക് വിധേയനായ ശേഷം കുഞ്ഞനുജനെ സംസ്കരിച്ചിട്ടുള്ള കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെത്തി. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, കൈക്കാരന്മാർ, മാതൃസംഘം പ്രവർത്തകർ എന്നിവർ ചേർന്ന് അനോഷിനെ ദേവാലയത്തിലേക്ക് വരവേറ്റു. തുടർന്ന് ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ച അനോഷും കുടുംബാംഗങ്ങളും സെമിത്തേരിയിൽ ആൽജോയെ സംസ്കരിച്ച സ്ഥലത്തും പ്രാർത്ഥന നടത്തി. തുടർന്നാണ് 6 മണിയോടെ കടമ്പോടുള്ള വീട്ടിലെത്തിയത്. തന്റെ വീട്ടിലുണ്ടായ ദുരന്തത്തിൽ തുടക്കം മുതൽ ഒപ്പം നിന്ന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുതന്ന പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷനോടും ഉദ്യോഗസ്ഥരോടും നാട്ടുകാരോടും അനോഷിന്റെ പിതാവ് സിൽജോ കാവുങ്ങൽ നിറമിഴികളോടെയാണ് നന്ദി പറഞ്ഞത്. ഇവിടെ നമ്മള് ചുറ്റിനും വീടിന് ചുറ്റും തറയുടെ എല്ലാം കോൺക്രീറ്റ് ചെയ്തു. പിന്നെ നമ്മളാ പൊളിച്ച ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്തെല്ലാം ചെയ്തു. പിന്നെ ഇപ്പൊ വീടിന്റെ ഉള്ളിലാണെങ്കിലും വെള്ളം കെട്ടി നിർത്തി, കെമിക്കലിട്ട് ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ നിർത്തി. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ പറ്റി അങ്ങനെ ചെയ്തു. പിന്നെ ബാത്റൂമിന്റെ ടൈല് കുത്തി എല്ലാം പൊളിച്ച് കളഞ്ഞ് വീട് വേറെ ഇട്ടു. എയറോള് എല്ലാം മുകളിലുള്ളതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളോട് പറ്റാവുന്നെല്ലാം നമ്മൾ കണ്ടതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പലതവണയായി 5 പാമ്പുകളെ കണ്ട വീട്ടിൽ ഇനിയും പാമ്പിന്റെ ശല്യം ഉണ്ടാകാതിരിക്കാനായി വീടിന്റെ തറയ്ക്കു ചുറ്റും കോൺക്രീറ്റ് ചെയ്തും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് അനോഷിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. റവന്യൂ വിഭാഗം അതിന്റെ പേര് അതുകൊണ്ട് തന്നെ, അതുപോലെ വില്ലേജ് ഓഫീസർ എല്ലാവരും നല്ല സഹായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടപെടുന്നതിന് വേണ്ടി നമ്മുടെ MLA AK രാമചന്ദ്രൻ, അതുപോലെ തന്നെയുള്ള PA മനോജ്, ഇവരെല്ലാവരും നമുക്ക് വേണ്ട സഹായങ്ങൾ, ഡോക്യുമെന്റേഷന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിലുള്ള സന്തോഷം കൂടി ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് നല്ലൊരു കെയറാണ് കിട്ടിയത്. ഇനി നിമിഷം വരെ കൂടെ നിന്ന എല്ലാവരോടും ഈ കുടുംബത്തിന്റെ പേരിൽ നന്ദി പറയുകയാണ്. പള്ളിയിലെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും അനോഷിന്റെ ഭാവി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം സെമിത്തേരിയിൽ പോയിട്ട് അവന്റെ കുഞ്ഞനുജൻ ആൽജോയെ കാണുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. TCV ന്യൂസ് കൊടകര. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകും ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നടത്തിയ ഹോട്ടൽ അടച്ച സമരം ഗുരുവായൂരിൽ പൂർണ്ണം. ക്ഷേത്രനഗരിയിലെ മുഴുവൻ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടഞ്ഞുകിടന്നതിനാൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഭക്ഷണത്തിനായി നെട്ടോട്ടമോടി. അവധിക്കാലവും വൈശാഖമാസവുമായതിനാൽ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ചായക്കടകൾ പോലും തുറക്കാത്തത് ഭക്തരെ വലച്ചു. ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടാണ് ഭക്തർക്ക് അനുഗ്രഹമായത്. 4 നേരങ്ങളിലായി 15,000-ത്തിലധികം ഭക്തർ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു. രാവിലെ 3,500ഓളം പേർ പ്രഭാത ഭക്ഷണം കഴിച്ചു. 8,000-ഓളം ഭക്തരാണ് ഉച്ചയ്ക്ക് നടന്ന പ്രസാദൂട്ടിൽ പങ്കെടുത്തത്. ഹോട്ടൽ അടപ്പ് സമരം കണക്കിലെടുത്ത് ദേവസ്വം ഭക്തർക്കായി ലഘുഭക്ഷണം നൽകി. വൈകിട്ട് 4:30 മുതൽ 7:30 വരെ ഉപ്പുമാവാണ് നൽകിയത്. 50 കിലോ റവ ഉപയോഗിച്ച് 1000ഓളം പേർക്കാണ് ഉപ്പുമാവ് തയ്യാറാക്കിയത്. രാത്രി 2,500ഓളം പേർക്ക് പ്രസാദൂട്ട് നൽകി. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വടക്കാഞ്ചേരിയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് നടത്തിയ സമരം പൂർണ്ണം. വടക്കാഞ്ചേരി നഗരത്തിലെയും ഓട്ടുപാറയിലെയും പ്രമുഖ ഹോട്ടലുകളെല്ലാം അടഞ്ഞുകിടന്നു. സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വലിയ ആശ്വാസമായിരുന്ന ഓട്ടുപാറയിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലും അടച്ചിട്ടത് ജനങ്ങളെ ഏറെ വലച്ചു. KHRയുടെ ഒരു സൂചന പണിമുടക്കാണെന്ന്. ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർധന തന്നെയാണ് കാരണം. അത് അടിയന്തരമായി അധികാരികൾ ഇടപെട്ടത് വില കുറച്ചില്ലെങ്കിൽ ഹോട്ടലൊക്കെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു മേഖലയാണ് റെസ്റ്റോറൻറ്റ് മേഖല. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഒരു ഇരുട്ടടി എന്നോണം നമുക്ക് 1000 രൂപ വില വർധനമാണ് നമുക്കിപ്പോൾ ഗ്യാസ് ഒരു കുറ്റിയുമേ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഭീമമായ തുക നമുക്ക് അതിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണ സാധനങ്ങളുടെ വില ഒരുപാട് മാർജിനിൽ നമുക്ക് മാറ്റം വരുത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ സാധാരണക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് റേറ്റ് കുറച്ചില്ലെങ്കിൽ നമുക്ക് ഇത് അടച്ചു പൂട്ടേണ്ടി വരും. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഓണർമാരും നിൽക്കുന്നത്. കാറ്ററിംഗ് ആയാലും ബേക്കറി ആയാലും എല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചായ ഞാനിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 15 രൂപയാണ്. അതിപ്പോൾ 18 രൂപയാക്കിയിട്ട് കൂട്ടാൻ പോവുകയാണ്. ബിരിയാണിയിലൊക്കെ ഒരു 15 to 20 രൂപ വരെ നമുക്ക് വർധനവ് കൊണ്ടുവരേണ്ടി വരും എന്തായാലും. പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം ചാവക്കാട് മേഖലയിൽ പൂർണ്ണം. മേഖലയിലെ ഹോട്ടലുകൾ അടച്ചിട്ടതുമൂലം ജനങ്ങൾ ദുരിതത്തിലായി. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് ഒരുമനയൂർ പഞ്ചായത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ദേശീയപാത ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും സംയുക്ത യോഗം ചേർന്നു. തുടർന്ന് സ്ഥല പരിശോധനയും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്വാഭാവിക സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതോടെ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതുമൂലം 20-ലധികം കുടുംബങ്ങൾ ദുരിതം നേരിടുന്നതായി നാട്ടുകാർ പറഞ്ഞു. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. 15 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ദേശീയപാത അധികൃതർ ഉറപ്പു നൽകി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ശീവേലിക്ക് കൊമ്പൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ സംഗമേശ്വരന്റെ തിടമ്പേറ്റി 17 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു.
തിരുവമ്പാട് ചന്ദ്രശേഖരനും ബാസ്റ്റ്യൻ വിനയസുന്ദറും കൂട്ടാനകളായി. ശീവേലിക്ക് പെരുവനം സതീശന്റെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളം അരങ്ങേറി. ക്ഷേത്രവും പരിസരവും ലക്ഷദീപങ്ങളാൽ നിറഞ്ഞു. ആൽത്തറയിലും കൊട്ടിലാക്കിൽ പറമ്പിലെ ദേവസ്വം കെട്ടിടത്തിലും ദീപം തെളിയിച്ചു. രാത്രി നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരക്കും. പെരുവനം കുട്ടന്മാരാർ മേള പ്രമാണിത്വം വഹിക്കും. വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ട ആഘോഷിക്കും. വെള്ളിയാഴ്ച കുടപ്പുഴയിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. കൊടുങ്ങല്ലൂരിൽ ബസ് കാത്തുനിന്ന യുവാവിനെ സമയം ചോദിച്ചെത്തിയ ആൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ശ്രീനാരായണപുരം പുതുമനപ്പറമ്പ് സ്വദേശി ചിറ്റാപ്പുറത്ത് വിഷ്ണുപ്രസാദിനെയാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആക്രമിച്ചത്. കഴുത്തിന് പരിക്കേറ്റ വിഷ്ണുപ്രസാദിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് ചന്തപ്പുര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സംഭവം. ബസ് കാത്തുനിൽക്കുന്നതിനിടെ അപരിചിതൻ സമയം ചോദിക്കുകയും വാച്ചും മൊബൈൽ ഫോണും ഇല്ലാത്തതിനാൽ സമയമറിയില്ലെന്ന് പറഞ്ഞ് തന്നെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നും വിഷ്ണുപ്രസാദ് പറഞ്ഞു. തിരുവില്ലാമല പഞ്ചായത്തിൽ തെരുവിൽ അലയുന്ന കാളകളെ കോയമ്പത്തൂരിലെ വെള്ളിങ്കിരി ഗോശാലയിലേക്ക് മാറ്റാൻ തീരുമാനം. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ എന്നിവർ പറഞ്ഞു. അന്തരിച്ച നടൻ സന്തോഷ് കെ നായർക്ക് നാടും കലാലോകവും കണ്ണീരോടെ വിട നൽകി. സന്തോഷിന്റെ ഗുരുവായൂർ ഇരിങ്ങപ്പുറത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് സന്തോഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. സിനിമാ ലോകത്ത് നിന്ന് അമ്മയുടെ ഭാരവാഹി കുക്കു പരമേശ്വരൻ റീത്ത് സമർപ്പിച്ചു. നടന്മാരായ രാമു, സിദ്ദിഖ്, ശങ്കർ, അജു വർഗീസ്, എൻ കെ അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, BJP ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. മകൾ ഡോക്ടർ രാജശ്രീ S. നായർ, മരുമകൻ ഡോക്ടർ അക്ഷിത് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംസ്കാര കർമ്മങ്ങൾ നടത്തി. കുന്നംകുളം ഇട്ടിമാണി കല്യാണ മണ്ഡപത്തിന് സമീപം യുവാവിനെയും 3 വയസ്സുകാരനായ മകനെയും ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുക്കൻപാറ സ്വദേശികളായ അഖിൽ, ഷനിൽ, സുദീപ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. ആർത്താറ്റ് സ്വദേശി സുധീർ, മകൻ സയാൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കുഞ്ഞിനെ കയ്യിലെടുത്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു പോവുകയായിരുന്ന സുധീറിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ നിലത്ത് വീണ 3 വയസ്സുകാരനെ പ്രതികളിൽ ഒരാളായ ഷനിൽ കാലുകൊണ്ട് ചവിട്ടിയതായും ഹെൽമറ്റ് ഉപയോഗിച്ച് സുധീറിനെ തലയ്ക്കടിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സുധീറും 3-ാം പ്രതി സുദീപും തമ്മിലുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ അഴീക്കോട് കടപ്പുറത്ത് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. പടിഞ്ഞാറെ വെമ്പല്ലൂർ വെണ്ണറപ്പറമ്പിൽ പ്രകാശിന്റെ മകൻ 42 വയസ്സുള്ള ദർശനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് സിനിമയ്ക്ക് പോകുന്നുവെന്ന് വീട്ടുകാരോട് പറഞ്ഞ് പുറത്തുപോയ ദർശനെ കാണാതാവുകയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് അഴീക്കോട് സുനാമി കോളനി പരിസരത്ത് മൃതദേഹം കരയ്ക്കടിഞ്ഞത്. VD സതീശന്റെ മുഖം റൂബിക്സ് ക്യൂബിൽ ഒരുക്കി +1 വിദ്യാർത്ഥി. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അൻസാവിയോയാണ് റൂബിക്സ് ക്യൂബിൽ VD സതീശനെ ഒരുക്കിയത്. പൊയ്യ ചക്കാലയ്ക്കൽ പരേതനായ ജോജോയുടെയും പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് ജീവനക്കാരിയായ ജിക്സിയുടെയും മകനാണ് അൻസാവിയോ. തിങ്കളാഴ്ച ടെലിവിഷൻ വാർത്തയിൽ VD സതീശന്റെ പ്രതികരണം കണ്ടപ്പോഴാണ് ഇത്തരത്തിലൊരു ആശയം തോന്നിയത്. നിരവധി നടന്മാരുടെ മുഖങ്ങൾ ഇതുപോലെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു നേതാവിനെ തിരഞ്ഞെടുത്തത്. 5 മണിക്കൂർ സമയമെടുത്താണ് ക്യൂബ് മുഴുവൻ നിറങ്ങൾക്കനുസരിച്ച് മുഖഭാവമാക്കിയത്. 300 റൂബിക്സ് ക്യൂബുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. 2023 യൂട്യൂബിൽ കണ്ട ആകർഷനായാണ് ഈ മേഖലയിൽ പരിശീലനം തുടങ്ങിയത്. ഇന്നലെ VD സതീശൻ ഇലക്ഷനിൽ ജയിച്ചാരണം ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ ഇത് ചെയ്തതാ. എനിക്കിത് വാങ്ങിച്ചു തന്നത് അങ്കിളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ അതിന് സന്തോഷമായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നാണ്. എനിക്ക് ഈ റൂബിക്സ് ക്യൂബിനോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് ഇതിന് മുന്നേ വേറെ കുറച്ച് റൂബിക്സ് ക്യൂബുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്ത് ഇഷ്ടപ്പെട്ടപ്പോ അങ്കിളിനോട് ഞാൻ പറഞ്ഞ് അങ്കിൾ എനിക്ക് പുതിയത് വാങ്ങിച്ചു തന്നാണ്. ഒരു ക്യൂബ് സോൾവ് ചെയ്യാൻ
ഇപ്പോൾ പരമാവധി സമയം 50 സെക്കൻഡാണ്. എന്നാൽ ഈ സമയം ശരാശരി 10 സെക്കൻഡിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശീലനത്തിലാണ് അൻസാവിയോ. മോഹൻലാൽ, മമ്മൂട്ടി, ജയസൂര്യ, ദിലീപ് തുടങ്ങിയ നടന്മാർ ഉൾപ്പെടെ 275 എണ്ണമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇവയെല്ലാം സ്വന്തമായി വീഡിയോ എടുത്ത് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പ്രധാന വിനോദം. സ്വന്തമായുള്ള ക്യൂബർ ബ്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. VD സതീശന്റെ മുഖം റൂബിക്സ് ക്യൂബിൽ ഒരുക്കിയത് നേരിട്ടോ ചിത്രമായോ അദ്ദേഹത്തെ കാണിക്കണമെന്നാണ് അൻസാവിയോയുടെ ആഗ്രഹം. TCV മാള. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ ടീമിന് പരിശീലന വേദിയായി എറവ്. സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ കളിക്കാരുടെ പരിശീലനത്തിന് ഇത്തവണ വേദിയാകുന്നത് എറവ് കപ്പൽപ്പള്ളിക്ക് കീഴിലുള്ള സെന്റ് തെരേസസ് ICSE സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. ഈ മാസം 22 മുതൽ 29 വരെ പോണ്ടിച്ചേരിയിൽ നടക്കുന്ന 76ാമത് നാഷണൽ ജൂനിയർ ബാസ്കറ്റ്ബോൾ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് പരിശീലന ക്യാമ്പ് ആരംഭിച്ചത്. ഇന്റർനാഷണൽ കോച്ചായിരുന്ന VM പ്രേംകുമാറാണ് പരിശീലകൻ. BFA റഫറി കൂടിയായ ഫാദർ ഡോക്ടർ റോയ് ജോസഫ് വടക്കനാണ് സ്കൂളിൽ ക്യാമ്പ് നടത്താനുള്ള ആശയം മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 16 പേരാണ് ICSE സ്കൂളിൽ പരിശീലനത്തിനെത്തിയിട്ടുള്ളത്. ജൂനിയർ ഇന്ത്യൻ ടീം ക്യാമ്പിലുള്ള മിലൻ ജോസും പരിശീലനത്തിനെത്തും. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫാദർ ഡോക്ടർ റോയ് ജോസഫ് വടക്കൻ നിർവഹിച്ചു. ഫാദർ റിജോ മഞ്ഞൂരാൻ അധ്യക്ഷത വഹിച്ചു. കപ്പൽപ്പള്ളി ട്രസ്റ്റി മാർട്ടിൻ ചക്കനാത്ത്, സ്കൂൾ സെക്രട്ടറി സിബി ചക്കാലക്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ നീതു ചാക്കോച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. റെയിൽവേ പോലീസും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് യുവാവിനെ താഴെയിറക്കി. തുടർന്ന് ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച രാത്രി മദ്യലഹരിയിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാളിക്കാവ് സ്വദേശിയായ രാജേഷാണ് ട്രെയിനിന്റെ എഞ്ചിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പറപ്പൂക്കരയിൽ മരപ്പട്ടി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മൂത്രത്തിക്കര ഗംഗയിൽ പരേതനായ വിജയൻ ഭാര്യ ഓമനയാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. ഇരിങ്ങാലക്കുട ഉത്സവം കഴിഞ്ഞ് തിങ്കളാഴ്ച പുലർച്ചെ വീട്ടിലേക്ക് വരുന്നതിനിടയിലായിരുന്നു അപകടം. മകന്റെ ബൈക്കിന്റെ പുറകിൽ സഞ്ചരിച്ചിരുന്ന ഓമന റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മതിലകം കുളിമുട്ടത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കുളിമുട്ടം എമ്മാട് കാട്ടുപറമ്പിൽ സിദ്ദിഖിന്റെ വീടിനകത്ത് നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടിച്ചത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT അംഗം അൻസാരി കുളിമുട്ടമെത്തി പാമ്പിനെ പിടികൂടി. 5 അടിയോളം നീളമുള്ള മൂർഖനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് മണ്ണിലിറങ്ങി പൊട്ടുവെള്ളരിയിലും തണ്ണിമത്തനിലും 100 മേനി വിജയവുമായി യുവ കർഷകൻ. മണത്തല ബേബി റോഡ് സ്വദേശി പൊന്നാരശ്ശേരി ബിജേഷ് എന്ന യുവ കർഷകൻ തന്റെ കൃഷിയിടത്തിൽ വിളയിച്ചെടുത്തത് 100 മേനി വിജയഗാഥ. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള 50 സെന്റ് സ്ഥലത്താണ് ബിജേഷ് തണ്ണിമത്തനും പൊട്ടുവെള്ളരിയും കൃഷി ചെയ്ത് പ്രാദേശിക കാർഷിക മേഖലയിൽ ശ്രദ്ധേയനാകുന്നത്. പൂർണ്ണമായും രാസവളങ്ങൾ ഒഴിവാക്കി നാടൻ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ബിജേഷ് കൃഷി നടത്തിയത്. ബിജേഷിന്റെ തണ്ണിമത്തൻ കൃഷി ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിജയമായിരുന്നു. വിഷരഹിതമായ തണ്ണിമത്തൻ തേടി നിരവധി ആളുകളാണ് നേരിട്ട് കൃഷിയിടത്തിലേക്ക് എത്തിയത്. തണ്ണിമത്തന് പിന്നാലെയാണ് ബിജേഷ് പൊട്ടുവെള്ളരി കൃഷിയിലേക്ക് കടന്നത്. വിദേശത്തായിരുന്ന ബിജേഷ് കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. ചെറുപ്പം മുതലേ കൃഷിയോടുണ്ടായിരുന്ന താല്പര്യം കൈവിടാതെ ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി പിന്നീട് വിപുലീകരിക്കുകയായിരുന്നു. ആദ്യമായി വലിയ രീതിയിൽ കൃഷിയിറക്കിയ ബിജേഷിന് മികച്ച വരുമാനവും നാടിന്റെ വലിയ പിന്തുണയുമാണ് ലഭിക്കുന്നത്. പലയിടത്തും വിഷടിച്ച തണ്ണിമത്തൻ കഴിച്ചിട്ട് പലർക്കും പല പ്രശ്നങ്ങളും
അതും ഇതൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ അടുത്ത്. അപ്പൊ നമുക്ക് വിഷമില്ലാണ്ട് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലും ഉണ്ടാക്കാൻ പറ്റും ഒരു ഇതൊക്കെ. അത് നമ്മുടെ നാട്ടിൽ തന്നെ കൺസ്യൂം ചെയ്യാനും പറ്റും. അപ്പൊ പുറമെന്നുള്ള തന്മത്തിന്റെ വരവുകൾ നമുക്ക് കുറയ്ക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ തുടങ്ങാം. യുവ കർഷകന്റെ നേട്ടത്തെ അഭിനന്ദിക്കാൻ NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ എന്നിവർ ബിജേഷിന്റെ കൃഷിയിടത്തിലെത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഈ യുവ കർഷകന്റെ തീരുമാനം. TCV ചാവക്കാട്. കൊടകരയിൽ വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA അഭിലാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ നയൽ പ്രസാദ്, സ്മിത മനോജ്, പ്രൊജക്ട് ലീഡർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളിയിൽ യുവജന ദുരന്ത നിവാരണ സേന രൂപീകരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി 200ഓളം കുട്ടികൾക്ക് ചെസ് ബോർഡുകൾ വിതരണം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ വിനീത് രവി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ രക്ഷാധികാരി DYSP PB പ്രശോഭ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ KK രാജു, സംഘടനാ ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ, ജില്ലാ സെക്രട്ടറി സിന്ധു സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ ചർച്ച് മീഡിയ ഒരുക്കിയ പ്രൊമോ വീഡിയോ ശ്രദ്ധേയമാകുന്നു. ശൗര്യാര് എന്നാണ് പ്രൊമോ വീഡിയോയുടെ പേര്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ അർണോസ് പാതിരിയുടെ കാലം മുതൽക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശൗര്യാര് പുണ്യാളൻ എന്നൊരു ചൊല്ല് വാമൊഴിയായി വേലൂർക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. അർണോസ് പാതിരി ദേവാലയം പണിയുന്ന സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെയാണ് മധ്യസ്ഥനായി പ്രതിഷ്ഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊമോ വീഡിയോ ചെയ്യുമ്പോൾ ശൗര്യാര് പുണ്യാളനും അർണോസ് പാതിരിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന രീതിയിലാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. സേവിയർ ഡെന്നിയാണ് രചന. ആൽവിൻ തോമസ് സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. വേലൂർ ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോൺ പേരാമംഗലമാണ് ശൗര്യാര് പുണ്യാളന്റെ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിന്റെ പുനരാവിഷ്കാരമായ വീഡിയോ മികച്ച ദൃശ്യാനുഭവമാണ് പകരുന്നത്. TCV എരുമപ്പെട്ടി. കാട്ടുകാമ്പാൽ പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലം പൂർണ്ണമായും പൊളിച്ചു. പാലം പുനർനിർമ്മിക്കാൻ ബജറ്റിൽ സർക്കാർ 7.94 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കുന്നത്. പുതിയ പാലത്തിന് 60 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഉണ്ടാകും. പാലത്തിന് സമീപം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. വലിയ വാഹനങ്ങൾക്ക് ഈ വഴി സഞ്ചരിക്കാൻ അനുമതിയില്ല. പുതിയ പാലം പണിയുന്നതോടെ ഗതാഗതക്കുരുക്കിന് ശമനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. UDF മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കും, പ്രതീക്ഷയുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ BJPയുടെ പ്രകടനത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. ജില്ലയിലെ BJP നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യത. ബംഗളൂരുവിൽ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി ദീപക് കൃഷ്ണൻ സ്ഥിരം പ്രശ്നക്കാരനെന്ന് പോലീസ്. ദീപകിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചാലക്കുടി നഗരസഭ ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിനാൽ നാട്ടുകാർ ദുരിതത്തിൽ. ലിഫ്റ്റ് നന്നാക്കുന്നതിൽ നഗരസഭാ അധികൃതർ മെല്ലെപ്പോക്ക് തുടരുന്നതായി ആക്ഷേപം.
പാലപ്പിള്ളി പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായിയെയും കൊന്നു. മേഖലയിൽ നിരന്തരം പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. ചെറുതുരുത്തിയിലെ 1ാം ക്ലാസ്സുകാരിയുടെ മരണം പേവിഷബാധ മൂലമെന്ന് സ്ഥിരീകരണം. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. മികവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഐഫ ഫർണിച്ചേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ 39ാമത്തെ സംരംഭം ഇനി തൃശൂർ ചൊവ്വൂരിലും. നൂതന രീതിയിലുള്ള ഫർണിച്ചറിന്റെ വിശാലമായ ഷോറൂം. ഹോം ഫർണിച്ചർ, ഇന്റീരിയർ, ലിവിംഗ് ആൻഡ് ഡൈനിങ്, മോഡൽ